ഗ്യാൻവാബി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ജഡ്ജി എ.കെ. വിശ്വേശ്വരയെ ലോക്പാലായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമന. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ജിൽബി, നേരത്തെ തന്നെ ബി.ജെ.പിക്ക് അനുകൂലമായ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി വിധി പുറപ്പെടുവിച്ച പല ജഡ്ജിമാർക്കും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ വിവിധ സ്ഥാനമാനങ്ങൾ നൽകിയത് നമുക്ക് ഓർമ്മയിലുണ്ട്. ഇപ്പോൾ അയോധ്യയ്ക്ക് ശേഷം ഗ്യാൻവാബി മസ്ജിദിനെ വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് അനുമതി നൽകിയ ജഡ്ജി എ.കെ. വിശ്വേശ്വരയ്ക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയായി ലോക്പാലായി നിയമിച്ചിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിക്ക് അനുകൂല ഉത്തരവുകൾ പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരെ അവരെ ഇപ്പോൾ അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നൽകി നിയമിക്കുന്ന ഒരു രീതി ബി.ജെ.പി ഇതിനു മുമ്പും സ്വീകരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഗ്യാൻവാബി മസ്ജിദിൽ, അതായത് ഹിന്ദുക്കൾക്ക് അവിടെ പൂജ നടത്താൻ അനുമതി നൽകിയ ജഡ്ജി എ.കെ. വിശ്വേശ്വരയെ ഇപ്പോൾ ലോക്പാലായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചെയർമാനായ സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയാണിത്. 3 വർഷത്തേക്കാണ് ഇത്തരത്തിൽ ഈ ജഡ്ജി എ.കെ. വിശ്വേശ്വരയെ ഓംബുഡ്സ്മാനായി അല്ലെങ്കിൽ ലോക്പാലായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് ഈ വാരണസി ജില്ലാ കോടതി ജഡ്ജിയായി വിരമിക്കുന്ന ദിവസമായിരുന്നു ഈ ജഡ്ജി പള്ളിയുടെ നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകാനുള്ള ഉത്തരവ് കിട്ടത്. നമുക്കറിയാം, ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് അനുമതി നൽകിയ ശേഷം എത്രത്തോളം പെട്ടെന്നാണ് അവിടെ പൂജകൾ ആരംഭിച്ചതെന്നും അവിടുത്തെ പൂജാ നടപടികളൊക്കെ തുടരുന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അലഹബാദ് ഹൈക്കോടതി ഈ പൂജ സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. ഇത്തരത്തിൽ പൂജ തുടരാമെന്നുള്ള വിധിയൊക്കെ കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതാണ്. എന്തായാലും ഹിന്ദുക്കൾക്ക് ഈ പൂജയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ച ഗ്യാൻവാബി മസ്ജിദിലെ ഈ പൂജയ്ക്ക് അനുമതി നൽകിയ ജഡ്ജി എ.കെ. വിശ്വേശ്വരയെ ഇപ്പോൾ ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ലോക്പാലായി നിയമിച്ചിരിക്കുകയാണ്. സിജു, ജിൽബി, ഇതിൽ നേരത്തെ തന്നെ ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും പല സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ജഡ്ജി വിരമിക്കുന്നതിന് തൊട്ട് തലേന്ന് തന്നെ ഇത്തരത്തിലൊരു നിയമനം വരുമ്പോൾ വലിയ തരത്തിലുള്ള ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. കാരണം ഇതിനകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വലിയ തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ജുഡീഷ്യറിയും ഇക്കാര്യങ്ങളിൽ വഴിപ്പെടുന്നുവോ എന്ന സംശയങ്ങൾക്ക് ഇടുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ നിയമനവും വരികയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ ഗ്യാൻവാബിയിലെ ഈ പൂജ നടത്താൻ ഉത്തരവിട്ട ഈ ജഡ്ജിക്ക് വിരമിക്കുന്നതിൻ്റെ തലേന്ന് ഇത്തരത്തിൽ നിയമനം നൽകുമ്പോൾ വലിയ തരത്തിലുള്ള സംശയങ്ങൾ ജുഡീഷ്യറിക്ക് നേരെ നീളുന്നുണ്ട്. സിജു, തീർച്ചയായും. അതായത് ഗ്യാൻവാബി മസ്ജിദിൽ ഇത്തരത്തിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിനെ തുടർന്ന് തന്നെ അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതായത് നേരത്തെ ഈ ബാബറി മസ്ജിദ് കേസിൽ അല്ലെങ്കിൽ ബാബറി തകർത്ത കേസിലെ പ്രതികൾക്കും കുറ്റവിമുക്തനാക്കിയ ജഡ്ജി യാദവിനെ യോഗി സർക്കാർ ഇതുപോലെ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ നൽകി അത്തരത്തിൽ നിയമിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഗ്യാൻവാബിയും അതും പൊളിച്ച് ക്ഷേത്രം പണിയാനുള്ള അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവൽക്കരണം അല്ലെങ്കിൽ ഒരു വർഗീയവൽക്കരണം ലക്ഷ്യമിടുന്ന ബി.ജെ.പി സർക്കാരിന്റെ നീക്കങ്ങൾ തന്നെയാണ് ഇവിടെ